നൃത്തം എന്ന ഒരു കലാരൂപം ഏത് ഏജിലാണ് അല്ലെങ്കിൽ ഏത് വയസ്സിലാണ് അഭ്യസിക്കാനായിട്ട് തുടങ്ങേണ്ടത് എന്നുള്ള സംശയം ഉന്നയിക്കുന്നവർക്ക് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് മിനിമം ഒരു 5.5-6 വയസ്സെങ്കിലും എത്തിയിരിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പല രക്ഷിതാക്കളും വളരെ ആകാംക്ഷയോട് കൂടി തന്നെ, കാരണം എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ മക്കളെ ഏതെങ്കിലും ഒരു കലാരൂപത്തിലേക്ക് പഠിപ്പിക്കുകയും നല്ല രീതിയിൽ എത്തിക്കുകയും എന്നുള്ളത് വലിയ സ്വപ്നം തന്നെയാണ്. നമ്മുടെ അച്ഛനമ്മമാർ ആഗ്രഹിച്ചതാണല്ലോ ഇന്ന് നമ്മളായി തീർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വരുന്ന പുതിയ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളാണ് ഇനി വരുന്ന തലമുറകൾ വാർത്തെടുക്കുന്നത്. എന്നാലും ഒരു 4 വയസ്സ് സമയങ്ങളിലൊക്കെ കുട്ടികൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് ചുവട് വയ്ക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട് എന്ന് അവർ പറയാറുണ്ട്. എൻ്റെ അടുത്ത് വന്ന് അത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ടീച്ചർ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ നൃത്തം പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നൃത്തം പഠിക്കാൻ പറ്റായിക എന്നുള്ളതല്ല അതിൻ്റെ ഉത്തരം. ഒരു പാട്ട് കണ്ട് അതിനനുസരിച്ച് നൃത്തം ചെയ്യുകയും എന്നാൽ ചിട്ടയായി നൃത്തം പഠിക്കാൻ വരുന്നതും വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം ഒരു പാട്ട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ കുട്ടിയുടെ ഇഷ്ടത്തിന്, കുട്ടിക്ക് ഇഷ്ടമുള്ള മാതിരിയാണ് അവർ നൃത്തം ചെയ്യുന്നത് അല്ലെങ്കിൽ ചുവട് വയ്ക്കുന്നത്. എന്നാൽ ഒരു നൃത്ത ക്ലാസ്സിൽ വന്നാൽ അവിടെ ഒരു ചിട്ടയായ രീതിയുണ്ട്. ആ രീതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ചിട്ടയായ ഒരു ഫ്രെയിമിലായിരിക്കും നമുക്ക് പഠിപ്പിക്കേണ്ടി വരിക. ആ പഠിപ്പിക്കുക എന്നുള്ള അല്ലെങ്കിൽ അഭ്യസിക്കുക എന്നുള്ള ഒരു വാക്ക് അതൊരുപാട് വലിയൊരു അർത്ഥമുള്ള വലിയൊരു ക്യാൻവാസ് ഉള്ള ഒരു വാക്കാണ്. ഈ കുഞ്ഞ് വന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓരോ ചുവടുകൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആണ് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഒരു 6 വയസ്സാവുമ്പോൾ ആ കുഞ്ഞിനെ അതിനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത് ഉൾക്കൊള്ളാനുമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുറച്ചെങ്കിലും എത്തിയിരിക്കും. നമുക്ക് ഏത് പഠനത്തിനും മാനസികാവസ്ഥയും വളരെ വലുതാണ്. എന്നാൽ വളരെ റെയർ കേസസിൽ 4 വയസ്സുള്ള കുട്ടികളും നൃത്തം പഠിക്കാറുണ്ട്, ഇല്ല എന്നുള്ളതല്ല. അത് ഓരോ കുട്ടികളുടെയും ഡിപ്പെൻഡൻസി, അതായത് ആ കുട്ടികൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും പഠിക്കുകയും സ്വയം പാട്ട് വെച്ച് കളിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ പഠിക്കാനെത്തുന്നത് ഏറ്റവും നല്ലൊരു ഏജ് എന്ന് പറയുന്നത് 6 വയസ്സ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു.